വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള റാഗി അഥവാ പഞ്ഞിപ്പുല്ല് കൊണ്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. റാഗിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഫിംഗർ മില്ലറ്റ് എന്നാണ്. റാഗിയും പഴവും ശർക്കരയും ചേർന്നുള്ള സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാൻ എളുപ്പവും ആണ്. ബീറ്ററോ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിൽ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ട് 1 മിനിറ്റെങ്കിലും അത് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ്, അതുപോലെ 1/2 കപ്പ് ബട്ടർ, അത് രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. എന്നിട്ട് വലിയൊരു ബൗളിലേക്ക് ഒഴിക്കുക. ഇനിയും ഇതേ ജാറിൽ തന്നെ 2 ചെറുപഴം മുറിച്ചിടുക. കൂടെ 1/4 കപ്പ് അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയും. ഇത് രണ്ടും കൂടി നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്തിട്ട് ഇത് മുട്ടയുടെ മിക്സിയിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഇത് ഇളക്കണ്ട, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് മറ്റൊരു ബൗളിൽ ഒരരിപ്പ വെക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ഞിപ്പുല്ല് റാഗിപ്പൊടി, അതുപോലെ തന്നെ കൂടെ 1/4 കപ്പ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്താലും മതി. അതുപോലെ തന്നെ ഉപ്പിടുക. കൂടെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കുക. ഇനി ഈ സമയം ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കുക. അങ്ങനെ ഓവന് പകരമായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചെയ്യുന്ന പാത്രം അത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം മുട്ടയുടെയും പഴത്തിൻ്റെയും മിക്സ് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക. ഇങ്ങനെ ബീറ്റ് ചെയ്ത ഈ കൂട്ടിലേക്ക് റാഗി പൗഡർ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കുക. കട്ട കെട്ടാതെ ഒരു വശത്തേക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് യോജിപ്പിക്കുക. ഇനി ഈ സമയം ബാറ്റർ ഒഴിക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇടുകയോ അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്യുകയോ ചെയ്താൽ മതി. ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുക. ഒരു 1/4 ഭാഗത്തോളം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എന്നിട്ടിത് ഓവനിൽ വെക്കുക. അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചൂടായ പാത്രത്തിൽ 40 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്താലും മതി. അത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇത് വേകുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള കുറച്ച് ബാറ്റർ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴികളിൽ പകുതി ഭാഗം നിറയത്തക്കവണ്ണം ഒഴിച്ചിട്ടുണ്ട്. മുകളിൽ കാഷ്യൂ നട്ട്സ് കൊണ്ട് ഡെക്കറേറ്റും ചെയ്തു. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. വെന്തോ എന്ന് ചെക്ക് ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ പലഹാരം കാണാനും കഴിക്കാനും അടിപൊളിയാണ്. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ സമയം വലിയ പാത്രത്തിൽ വെച്ച റാഗി സ്നാക്കും റെഡിയായി വന്നിട്ടുണ്ട്. അതിനി ഒന്ന് തിരിച്ചിടുക. അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ വളരെ സോഫ്റ്റ് ആണെന്ന്. റാഗിയും പഴവും ശർക്കരയും എല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഈ പഞ്ഞി പോലത്തെ പലഹാരം 2 രീതിയിലും ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.